നിങ്ങളോട് പേഴ്സണലി ഞാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ശക്തമായി പറഞ്ഞു, നിങ്ങൾ ഒരു സ്ഥാനം കൊണ്ടുപോയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞു. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോ ഈ സമയത്ത് നിങ്ങൾ ഇത് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ശ്രമിക്കരുത് എന്ന് പറഞ്ഞതാണ്. ഏത് ഓർഡർ? ഉദ്യോഗസ്ഥരെ കൂട്ടിപിടിച്ചൊന്നും ഓഫീസ് മാറ്റാൻ പറ്റത്തില്ല. എത്ര നാളാഴ്ചകൾ ഇവിടെ ജനങ്ങൾ വന്ന് നിങ്ങളുടെ മുന്നിൽ കെഞ്ചണം. നിങ്ങൾ ഇന്നലെ ഉത്തരവിറങ്ങി ഇന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. പറഞ്ഞോ? സാമാന്യ മര്യാദക്ക് എന്നെ വിളിച്ച് പറയാമായിരുന്നോ? നിങ്ങൾ പറഞ്ഞോ? ഓഫീസർ പറഞ്ഞോ? ഞാൻ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ കളി നടക്കത്തില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് കേൾക്കണ്ട. നമസ്കാരം. 2016 തിരഞ്ഞെടുപ്പിൽ ആറന്മുള നിയമസഭാ സീറ്റിൽ നിന്നുള്ള വിജയത്തോടുകൂടി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച വീണ ജോർജ് എന്ന മിടുക്കിയായ പത്രപ്രവർത്തക 5 വർഷങ്ങൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിലെ അതേ മണ്ഡലത്തിൽ നിന്ന് 19,003 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ കേരളം അവരിൽ പുലർത്തിയ പ്രതീക്ഷ വാനോളമാണ്. MSc ഫിസിക്സും BEഡും നേടിയ വീണ ജോർജ് CPIഎമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകയായിട്ടാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 3 അക്കം പോലും കൂട്ടി വായിക്കാൻ അറിയാത്തവർ വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്ന ഈ കാലത്ത് വിദ്യാഭ്യാസ യോഗ്യതയും അതിലുപരി കഴിവ് തെളിയിച്ച ഒരു പത്രപ്രവർത്തകയും കൂടിയായ വീണ ജോർജ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ശൈലജയ്ക്കൊത്ത ഒരു പകരക്കാരി തന്നെയാകും അവരെന്ന് വെറുതെയെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ നിയമസഭയിലെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പിണറായി വിജയനെ കപ്പിത്താനാക്കിക്കൊണ്ട് നടത്തിയ വാഴ്ത്തുപാട്ടിൽ വീണ ജോർജിന്റെ സകലമാന ഇമേജും അങ്ങ് വീണുടഞ്ഞു. സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി വെറും ഒരു സ്തുതി പാടകിയുടെ നിലയിലേക്ക് തരം താഴ്ന്നത് ജനങ്ങളെ കുറച്ചൊന്നുമല്ല നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത്. എന്നാൽ പിന്നീട് മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ചില ഇടപെടലുകൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്നവയായിരുന്നു. കൃത്യമായും ഒരു പത്രപ്രവർത്തകയുടെ ശൗര്യത്തോടു കൂടി അവർ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി. സാക്ഷാൽ മുഖ്യമന്ത്രിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവർ പ്രശ്നങ്ങളിൽ തീർപ്പ് കണ്ടു. ജിയോളജി വകുപ്പിന്റെ ഓഫീസ് ആറന്മുളയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം തടയുന്ന വീണ ജോർജിന്റെ അക്കാലത്തെ ഇടപെടൽ അക്കൂട്ടത്തിലൊന്നാണ്. സർക്കാരിൽ നിന്നുമുള്ള ഓർഡർ അനുസരിച്ചാണ് ജിയോളജി വകുപ്പിന്റെ ഓഫീസ് മാറ്റാൻ തീരുമാനിച്ചത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്നാൽ ഒരു സർക്കാരിന്റെയും ഓർഡർ ഇക്കാര്യത്തിൽ അനുവദിച്ചു തരില്ല എന്നും ഒരു ഉദ്യോഗസ്ഥരുടെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ കളിക്കേണ്ട എന്നും വീണ ജോർജ് താക്കീത് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സർക്കാരിന്റെ ഓർഡർ തെറ്റിക്കാൻ ഒരു മന്ത്രിക്കും അധികാരമില്ല എന്നിരിക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള ചലഞ്ച് പിണറായി വിജയനെതിരെ വീണ ജോർജ് ഉയർത്തിയത്. വീണ ജോർജ് എന്ന മന്ത്രിയോട് അങ്ങേയറ്റം ബഹുമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അവ. എന്നാൽ ആ ശൗര്യത്തിന് അല്പായുസായിരുന്നു എന്ന് അധികം വൈകാതെ തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് എല്ലാം കൊണ്ടും വെറും ഒരു അടിമക്കമ്മി നിലവാരത്തിലേക്ക് മന്ത്രി വീണ ജോർജ് കൂപ്പുകുത്തുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷിയായത്. എതിർ ശബ്ദങ്ങളെ ധാർഷ്ട്യം കൊണ്ട് നേരിടുന്ന പിണറായിസത്തിന്റെ തുടർച്ചക്കാരിയായി വീണ ജോർജ് മാറുകയായിരുന്നു. ആദ്യ സമയത്തെ വീണയുടെ ആവേശം കണ്ട ജനങ്ങൾ ഇന്ന് ഒരേ ശബ്ദത്തിൽ ചോദിക്കുകയാണ്, മന്ത്രി വീണയ്ക്ക് ഇത് എന്തു പറ്റിയെന്ന്. മന്ത്രി കസേരയിലെത്തിയ ആദ്യ നാളുകളിൽ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ചൊൽപ്പടിക്ക് നിർത്തുന്ന വീണയുടെ ആവേശം നിറഞ്ഞ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്. നിങ്ങളോട് പേഴ്സണലി ഞാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ശക്തമായി പറഞ്ഞു, നിങ്ങൾ ഒരു സ്ഥാനം കൊണ്ടുപോയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞു. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോ ഈ സമയത്ത് നിങ്ങൾ ഇത് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ശ്രമിക്കരുത് എന്ന് പറഞ്ഞതാണ്. ഏത് ഓർഡർ? ഉദ്യോഗസ്ഥരെ കൂട്ടിപിടിച്ചൊന്നും ഓഫീസ് മാറ്റാൻ പറ്റത്തില്ല. എത്ര നാളാഴ്ചകൾ ഇവിടെ ജനങ്ങൾ വന്ന് നിങ്ങളുടെ മുന്നിൽ കെഞ്ചണം. നിങ്ങൾ ഇന്നലെ ഉത്തരവിറങ്ങി ഇന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. ഏത് ഉത്തരവുണ്ടെങ്കിലും മാറ്റത്തില്ല. ഏത് ഉത്തരവുണ്ടെങ്കിലും മാറ്റത്തില്ല. നിങ്ങൾ സാമാന്യ മര്യാദയ്ക്ക് എന്നോട് പറയാറുന്നില്ലേ? ഞാൻ പേഴ്സണലി സംസാരിച്ചാണോ അല്ലയോ? പല പ്രാവശ്യം പറഞ്ഞോ? എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? അങ്ങയുടെ വീട് എവിടെയാണ്? തിരുവനന്തപുരം ആണല്ലോ. നിങ്ങൾ ഈ 5:30 കഴിഞ്ഞ് കർഫ്യൂ ഉള്ള സമയം 9 മണി കഴിഞ്ഞിട്ട് എല്ലാവർക്കും കർഫ്യൂ ആണല്ലോ. നിങ്ങൾ എന്താണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്? ഇനി ഒന്നും കേൾക്കണ്ട. ഏത് ഉത്തരവുണ്ടേലും ഓഫീസ് മാറ്റാൻ പറ്റത്തില്ല. വേണ്ടാന്ന് പറയുന്നു. പറ്റത്തില്ല. ഒരു സാമാന്യ പബ്ലിക്കിന് വേണ്ടെങ്കിലോ? ഗവൺമെന്റ് സർവീസ് എല്ലാം നന്നായിട്ടാണോ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, എത്ര ആഴ്ച ഇവിടെ ജനങ്ങൾ വന്ന് കെഞ്ചണം? എത്ര നാൾ നിങ്ങൾ വന്നാൽ ഓഫീസിലുണ്ടോ? നടക്കത്തില്ല. ഏത് ഉത്തരവുണ്ടേലും ഇന്നലെ ഓർഡർ ഇറങ്ങി ഇന്ന് നിങ്ങൾ മാറ്റുന്നത് രാത്രിയിൽ
അല്ല ഓർഡർ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി വേണം ഞാൻ മേഡം മിനിസ്റ്ററുടെ സ്റ്റേ ഉണ്ടായിരുന്നു. അതിനെ മറികടന്ന് ആരാണ് ഇതിന് പെർമിഷൻ തന്നെന്ന് എനിക്ക് അറിയണം. എന്റെ സ്റ്റേ ഇല്ല. എന്നിട്ട് മിനിസ്റ്ററാണ് ഈ പറഞ്ഞത് മറ്റേ ഈ മാറ്റാനായിട്ട് പറഞ്ഞ് ഞാൻ ഏത് മിനിസ്റ്റർ പറഞ്ഞു? ഞാനൊന്ന് വിളിക്കട്ടെ. ആരോട് പറഞ്ഞു മിനിസ്റ്റർ? ഓഫീസറോട് പറഞ്ഞോ? നിങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് വരെ ഒരൊറ്റ ഓഫീസ് കഴിഞ്ഞ 5 വർഷം പോയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ സമയത്ത് നിങ്ങൾ ഓഫീസ് മാറ്റാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. എനിക്ക് അതിന് ശേഷം കിട്ടിയ ഓർഡറാണ്. എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞോ? സാമാന്യ മര്യാദക്ക് എന്നെ വിളിച്ച് പറയാമായിരുന്നോ? നിങ്ങൾ പറഞ്ഞോ? ഓഫീസർ പറഞ്ഞോ? അല്ല മേഡം മാറ്റുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇപ്പൊ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനൊന്നും അല്ല പറഞ്ഞത്. അങ്ങനൊന്നും അല്ല എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വളരെ ഇച്ചിരി ഹാർഷായിട്ട് തന്നെ സംസാരിച്ചു. ഒരു കാരണവശാലും മാറ്റത്തില്ലെന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ വെച്ചത്. അല്ല മേഡം പറഞ്ഞു ഇല്ല, മാറ്റരുത് എന്നുള്ളത് ഔദാര്യമൊന്നും അല്ല. മാറ്റാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. താനെ ഇവിടെ ഇറക്കി വെച്ചോ. ഈ 9 മണി കഴിഞ്ഞ് ബാക്കി ജനങ്ങൾക്കൊന്നും എല്ലാവരും തറച്ചു. നിങ്ങൾ ഈ രാത്രി മാറ്റേണ്ട ആവശ്യമില്ല. 6 മണി 6 മണിയായപ്പോഴാണ് നമ്മൾ ഞങ്ങളെല്ലാരും ഇവിടെ കാവൽ നിൽക്കണം. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി ഈ സാധനം ഇനിയും ഒരു ഇടപെടൽ ഉണ്ടാകുന്നവരെ കൊണ്ടുവച്ചിരുന്നു. എന്തുകൊണ്ടാണ് എന്നോട് പറയുന്നത്? അതിന് കിട്ടുന്ന ജനം അറിയത്തില്ലല്ലോ. ഇത് കേട്ടിട്ടല്ലേ അറിയത്തുള്ളൂ. അതല്ല, ജിയോളജിസ്റ്റ് എന്തുകൊണ്ടാണ് എന്റെ മണ്ഡലത്തിലുള്ള ഒരു ഓഫീസർ, ഞാൻ പേഴ്സണലി നിങ്ങളോട് പറഞ്ഞതാണ് ഓഫീസർ മാറ്റരുത്, എന്നിട്ട് എന്നോട് പറയാനുള്ള സാമാന്യ മര്യാദ ഇല്ലാതെ എന്തുകൊണ്ട് മാറ്റി? അത് മറ്റേ ഈ പറഞ്ഞ എനിക്ക് ഓർഡർ തന്നിട്ട് മാറ്റാൻ എല്ലാ ഓർഡറും ചെയ്യാറുണ്ടോ? എല്ലാ കോടതി ഓർഡറുകളും ഇവിടെ കിടപ്പില്ലേ? എല്ലാ ഓർഡറുകളും ചെയ്യാറുണ്ടോ? എത്ര കോടതി ഓർഡറുകൾ ഇന്ന് രാത്രി തന്നെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് 5 വർഷം ഒരൊറ്റ ഓഫീസ് ആറന്മുള മണ്ഡലത്തിൽ നിന്ന് പോയിട്ടില്ല. ഇനി പോകാനും സംഭവിക്കത്തില്ല. എഴുതി വെച്ചോ, ഇവിടെ മാറത്തുമില്ല. അത് CI ഇവിടുന്ന് ഓഫീസ് മാറ്റാൻ പറ്റത്തില്ല. ഏത് ഓർഡർ ഉണ്ടെങ്കിലും മാറ്റാൻ പറ്റത്തില്ല. മിനിസ്റ്റർ പറഞ്ഞതാ പറഞ്ഞത്. മിനിസ്റ്റർ അങ്ങയോട് പറഞ്ഞോ? ഇലക്ഷന്റെ സമയത്ത് മാർച്ച് മാസം 19-ാം തീയതിയാണെന്ന് ഓർഡർ പറയുന്നു. നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ആരാണ് തസ്തിക എന്താ? അപ്പൊ അതിന് ശേഷമാണ് എന്ന് പറയുന്നു. 19 എന്ന് പറയുമ്പോൾ ഇലക്ഷന്റെ പീക്ക് ടൈമാണ്. ഏപ്രിൽ 6-ാം തീയതിയാണ് ഇലക്ഷൻ. അപ്പൊ ആ മറയിൽ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചതാണ്. മിനിസ്റ്റർ അറിഞ്ഞ 19/3 ഗവൺമെന്റ് ഓർഡർ വന്നു. ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ഞങ്ങൾക്ക് ആദ്യമേ ഒരു ഓർഡർ തന്നു. അതാ ഞാൻ പറഞ്ഞു, ഉദ്യോഗസ്ഥരുടെ കളി നടക്കത്തില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് കേൾക്കണ്ട. വേണ്ട മാറ്റണ്ടെന്ന് പറയണ്ട, മാറ്റരുത്. നിങ്ങൾ ആദ്യം പറഞ്ഞു 5 മണിക്ക് തുടങ്ങി. 5 മണിക്കും തുടങ്ങിയിട്ടില്ല, 6 മണിക്കും തുടങ്ങിയിട്ടില്ല. 9:30 തുടങ്ങി. നിങ്ങൾ 9:30-ക്ക് ശേഷമാണ് ഞങ്ങൾ ഈ നാട്ടിലുള്ളവരൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പഠിക്കും. ഞങ്ങൾ ഈ നാട്ടിൽ വരുന്നവരാ സ്ഥിരം. നിങ്ങളൊരു മര്യാദകേടായി നാട്ടുകാർ രാത്രി കർഫ്യൂവും സാറേ, എനിക്ക് ഞാൻ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റിട്ടേണായിട്ട് പരാതി തരാം. കർഫ്യൂ ലംഘിച്ചതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇതായിട്ട് പരാതി കിട്ടും. രാത്രി മോഷിക്കാൻ ശ്രമിക്കുന്നതിലാണ് ഓഫീസ് മാറ്റുന്നത്.